ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് എളുപ്പത്തിൽ വരച്ചു പഠിക്കാൻ പറ്റിയ രണ്ട് ഡിസൈൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒത്തിരി പേര് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിലും പലരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പലരും അൺസബ് ചെയ്തും പോകുന്നുണ്ട്. ഇനി ഡെയിലി വീഡിയോസ് ഒക്കെ ഇടാത്തതുകൊണ്ടാണോ അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. വീഡിയോസ് ഒക്കെ കുറെ എണ്ണം കയ്യിലുണ്ടെങ്കിലും അതൊന്നും എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വോയിസ് കൊടുക്കാനോ പറ്റാത്തതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തത്. അതുപോലെ തന്നെ ലൈവിലും ഡെയിലി വരണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. അതുകൊണ്ടാണ്. ഇൻഷാല്ലാ മാക്സിമം വീഡിയോസ് ഒക്കെ ഇനി അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഇന്നത്തെ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം 2 ലൈൻസ് വരച്ചു കൊടുത്തിട്ട് ആ ലൈനൊന്ന് കട്ടികൂട്ടി വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ലൈനിന്റെ മുകളിലും താഴെയും ഓരോ ലൈന് ഇതുപോലെ തന്നെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് മുകളിൽ വരച്ച ലൈനിന്റെ മുകളിലായിട്ട് ഹംസ് ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം താഴോട്ടായിട്ട് നിൽക്കുന്ന ഭാഗത്ത് ഒരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ ഹംസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഷേപ്പ് വരുന്ന പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഫ്ലവർ ആക്കി എടുക്കുക. ഇനി ആ വരച്ചെടുത്ത ഫ്ലവറിന്റെ താഴെ വരുന്ന രീതിയിൽ ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലും ഹംസ് വരച്ചിട്ടൊന്ന് ഫ്ലവർ ആക്കി എടുക്കുക. അതുപോലെ തന്നെ അടുപ്പിച്ചടുപ്പിച്ചിട്ട് ആ ഒരു സ്പേസിൽ മുഴുവനായിട്ടും ഫ്ലവേഴ്സ് വരച്ചെടുക്കുക. ഇനി ആ ഫ്ലവേഴ്സിന്റെ മുകളിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഓരോ 2 ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിലും ഇതുപോലെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോ ഇവിടെ 5 ലീവ്സ് വീതം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിലും ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നേരത്തെ വരച്ചെടുത്ത ഹംസിന്റെ മുകളിൽ വരുന്ന രീതിയിൽ ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ സ്പൈറലിന് മുകളിലായിട്ടൊന്ന് ഹംസ് വരച്ചിട്ട് ഫ്ലവർ ആക്കി എടുക്കുക. ഇനി ഒരു ഫ്ലവറിന്റെ മുകളിലായിട്ട് റാ ഷേപ്പിലുള്ള പെറ്റൽസ് ഒന്ന് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് വരച്ചു കൊടുത്തിട്ട് വീണ്ടും താഴെ ചെയ്ത പോലത്തെ ഒരു ഫ്ലവർ ആക്കി എടുക്കുക. ഇനി ഒരു ഇത്തിരി സ്പേസ് ഇട്ട ശേഷം അടുത്തൊരു സ്പൈറൽ വരച്ചെടുക്കുക. അതിന് മുകളിലും ഇപ്പൊ ചെയ്ത പോലെ തന്നെ ഹംസ് വരച്ചെടുക്കുക. അതിനുശേഷം റാ വരുന്ന പെറ്റൽസ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഫ്ലവർ ആക്കി എടുക്കുക. ഇതുപോലെ തന്നെ ഈ ഒരു ലൈനിന്റെ 2 സൈഡിലും ബാക്കിയുള്ള സ്പേസിലൊക്കെ ഇതേ രീതിയിലുള്ള ഫ്ലവേഴ്സ് ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഫ്ലവേഴ്സിന്റെ ഒക്കെ ഔട്ട്ലൈൻ ഒന്ന് കട്ടികൂട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു ഡിസൈന് വരച്ചു പഠിക്കുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഡിസൈൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കും ആദ്യമായിട്ട് ഡിസൈൻസ് ഒക്കെ വരച്ചു നോക്കുന്നവർക്കും എളുപ്പത്തിൽ ചെയ്തു പഠിക്കാൻ പറ്റിയ ഡിസൈനാണ്. ഏകദേശം ഒരേ ടൈപ്പിലുള്ള ഫ്ലവേഴ്സും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഫ്ലവേഴ്സും പിന്നെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉള്ള ഫ്ലവേഴ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ തുടക്കക്കാർക്കും എളുപ്പത്തിൽ തന്നെ വരച്ചു പഠിക്കാവുന്നതാണ്. ഇനി വരച്ചെടുത്ത ഫ്ലവേഴ്സിന്റെ ഒക്കെ ഗ്യാപ്പിൽ ഓരോ 2 ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിലും ഇതുപോലെ ഒന്ന് ഏകദേശം റാ വരുന്ന രീതിയിലുള്ള ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് രണ്ടാമത്തെ ലൈനിന് മുകളിൽ ഇതുപോലെ 3 പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉൾഭാഗത്തായിട്ട് ഒരു മാത്തുള്ളിന്റെ ഷേപ്പ് വരുന്ന രീതിയിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് താഴോട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ 2 ടൈപ്പുള്ള ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിലായിട്ട് ഇതുപോലെ ഫിംഗറിലോട്ട് പോകുന്ന രീതിയിൽ കർവ് വരുന്ന ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ മുകളിലായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ആ ഒരു ലൈനിന്റെ മുകളിലായിട്ട് ഹംസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഹംസിന് മുകളിലായിട്ട് ഒരു മാത്തുള്ളിന്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുക. അതിന് മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആ ഒരു ലൈനിൽ മുഴുവനായിട്ടും ഫ്ലവേഴ്സ് ഒന്ന് അടുപ്പിച്ചടുപ്പിച്ചിട്ട് വരച്ചു കൊടുക്കുക. ഇനി ഈ ഒരു കർവ് വരുന്ന ലൈനിന്റെ ഉള്ളിലുള്ള സ്പേസിൽ ഇതുപോലെ ഒന്ന് സിഗ്സാഗ് വരുന്ന ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്തൊരു സൈഡിലോട്ടും സിഗ്സാഗ് വരുന്ന ലൈൻസ് വരച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളാക്കിയിട്ട് ഒന്ന് എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ആ ഒരു സ്പേസിൽ മുഴുവനായിട്ടും ഒന്ന് വരച്ചെടുക്കുക. ഇനി സിഗ്സാഗിന് പകരം നോർമൽ ലൈൻസ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കാം. അതിനുശേഷം നേരത്തെ വരച്ചെടുത്ത ഫ്ലവേഴ്സിന്റെ മുകളിലായിട്ട് ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. 5 ലീവ്സ് വീതം ഓരോ 2 ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിലും ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. രണ്ടാമത് വരച്ചെടുത്ത ലീവ്സ് മാത്രം 3 എണ്ണം വരച്ചു കൊടുത്തിട്ടുള്ളൂ. സ്പേസ് കുറവുള്ളതിനനുസരിച്ചിട്ട് ലീവ്സിന്റെ എണ്ണം കുറച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കൂടുതലുള്ള സ്പേസിലാണെങ്കിൽ ലീവ്സിന്റെ എണ്ണം കൂട്ടിക്കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇങ്ങനെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫിംഗറിന് താഴോട്ട് വരുന്ന രീതിയിൽ ഒരു മാത്തുള്ളിന്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് പുറത്തായിട്ട് റാ ഷേപ്പില് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഫ്ലവർ വരച്ചിട്ട് പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഫ്ലവറിന്റെ താഴെ കർവ് വരുന്ന ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിലായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ലൈനിന് മുകളിലായിട്ട് ഹംസ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ആ ഹംസിന്റെ തെറ്റത്തായിട്ട് ഒരു ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഹംസിനോട് ചേർന്നിട്ട് തന്നെ നേരത്തെ ചെയ്ത ഫ്ലവേഴ്സ് വീണ്ടും വീണ്ടും അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുക. 2 ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിൽ വരുന്ന സ്പേസിലൊക്കെ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി 4ാമത്തെ ഒരു ഫിംഗറിൽ ലീവ്സ് മാത്രം താഴോട്ട് നിൽക്കുന്ന രീതിയിലും ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഡിസൈനിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കൈയിന്റെ 2 സൈഡിലും ഒരുപോലെ തന്നെ വരച്ചെടുക്കാവുന്ന ഡിസൈനാണ്. ഇനി അടുത്തൊരു ഡിസൈൻ വരച്ചെടുക്കുന്നത് കൈയിന്റെ ഉൾഭാഗത്തായിട്ടാണ്. അതിനായിട്ട്
തള്ളവിരലിന് താഴെയായിട്ട് ഒരു സ്പൈറൽ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു സ്പൈറലിന് മുകളിലായിട്ട് ഇതുപോലെയുള്ള 4 പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഫ്ലവറിന്റെ താഴെ ഒരു സ്പൈറൽ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്പൈറലിന് മുകളിൽ ഹംസ് വരച്ചിട്ട് ഫ്ലവർ ആക്കി എടുക്കുക. ഇനി ഇതുപോലെ തന്നെ അടുത്തൊരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിന് ചുറ്റിലും ഹംസ് വരച്ചിട്ട് വീണ്ടും ഫ്ലവർ ആക്കി എടുക്കുക. ഇങ്ങനെ സെന്ററിൽ വരച്ചെടുത്ത ഫ്ലവറിന്റെ ചുറ്റിലും ഈ ഒരു ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോ 4 ഫ്ലവേഴ്സ് ആണ് വരച്ചെടുക്കുന്നത്. ഇനി ഫ്ലവേഴ്സിന്റെ എണ്ണം കൂട്ടി കൊടുക്കണമെങ്കിൽ ഫ്ലവറിന്റെ വലിപ്പം ഒന്ന് കുറച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടുപ്പിച്ച് വരച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് വരച്ചെടുക്കുന്ന ഡിസൈൻ അലീന കോൺ ഉപയോഗിച്ചിട്ടാണ് വരക്കുന്നത്. പല വീഡിയോസിലും പലരും കോൺ ഏതാണെന്ന് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ഇനി ഈ ഒരു ഫ്ലവറിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഡോട്ട് ഇട്ടിട്ട് താഴോട്ടായിട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി താഴോട്ട് നിൽക്കുന്ന രീതിയിൽ ബാക്കി ലേസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം 5 വരുന്ന രീതിയിലാണ് വരച്ചെടുക്കുന്നത്. ഫ്ലവറിന്റെ താഴ്ഭാഗത്ത് മാത്രമാണ് 5 ലേസ് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള സൈഡിലൊക്കെ ഇതുപോലെ 2 സൈഡിൽ മാത്രം വരുന്ന രീതിയിൽ വരച്ചു കൊടുത്തിട്ട് ഫ്ലവറിന്റെ സെന്ററിലായിട്ട് ഇത്തിരി വലുപ്പത്തിൽ തന്നെ ഒരു ഡോട്ട് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കയ്യിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു സ്പൈറൽ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ 4 പെറ്റൽസ് വരുന്ന ഒരു ഫ്ലവർ വരച്ചെടുത്തിട്ട് അതിന് മുകളിൽ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഒന്ന് വരച്ചെടുത്തിട്ട് തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ ഡിസൈൻസ് ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്ലവേഴ്സ് വരച്ചെടുക്കുമ്പോൾ താഴ്ഭാഗത്ത് കൊടുത്ത സ്പൈറലിന് നേരെ മുകളിൽ വരുന്ന രീതിയിൽ മുകളിലും അതുപോലെ തന്നെ പിന്നീട് സൈഡിലും സ്പൈറൽസ് വരച്ചിട്ട് ഫ്ലവേഴ്സ് ആക്കി എടുക്കുകയാണെങ്കിൽ 4 സൈഡിലും ഒരുപോലെ തന്നെ ഫ്ലവേഴ്സ് ഒക്കെ കിട്ടും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ചെയ്ത ശേഷം ഈ ഒരു ഫ്ലവറിന്റെ സൈഡിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന രീതിയിൽ ഒരു ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. 4ാമത്തെ ഫിംഗറിലോട്ട് പോകുന്ന രീതിയിലാണ് വരച്ചെടുക്കുന്നത്. ആ ഒരു ഫിംഗറിന്റെ ഏകദേശം സെന്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് 4 ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈനിലോട്ടാണ് താഴെ നിന്നുള്ള ലൈൻ ഒന്ന് കൂട്ടിമുട്ടിച്ചു കൊടുക്കുന്നത്. ഇനി വരച്ചെടുത്ത ലൈനിന് മുകളിലായിട്ട് ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ 2 സൈഡും ലീവ്സ് ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു ഡിസൈനിന്റെ ചെയിൻ വന്നിട്ടുള്ള പിക്ക് കൂടെ ഒന്ന് അവസാനത്തിൽ കാണിക്കാം. സാധാരണ എന്റെ കയ്യിൽ ഡിസൈൻസ് ഒക്കെ വരക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കോണാണ് ഉപയോഗിക്കാറ്. ഇപ്പൊ ഫോണിൽ എടുത്ത് വെച്ച് കുറെ വീഡിയോസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി വീഡിയോസ് ഒക്കെ എടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ മെഹന്തി കോൺ ഒന്ന് ചേഞ്ച് ആക്കിയതാണ്. കടലിൽ നിന്ന് വാങ്ങുന്ന നോർമൽ സിങ്, അലീന തുടങ്ങിയ മെഹന്തികളൊക്കെ ഇതുപോലെ ഒന്ന് സെല്ലോ പെയിൻ ഷീറ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് അതിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഡിസൈൻസ് ഒക്കെ വരച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി 2ാമത്തെ വിരലിലും നേരത്തെ ചെയ്ത പോലെ തന്നെ 4 ലൈൻസ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ആദ്യം വരച്ച ഫ്ലവറിന് മുകളിലോട്ടായിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അതിൽ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിംഗറിൽ വരച്ചെടുത്ത 4 ലൈൻസിൽ സെന്ററിൽ വരുന്ന 2 ലൈൻസുകൾ തമ്മിലൊന്ന് കൂട്ടി വരച്ചു കൊടുക്കുക. എന്നിട്ട് മുകളിലെ ലൈനിൽ ഹംസ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിലൊന്ന് ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ 2 തവണ ചെയ്തെടുത്ത പോലെ തന്നെ കൈയിന്റെ താഴ്ഭാഗത്ത് വീണ്ടും ഒരു സെറ്റ് ഫ്ലവർ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ താഴത്തെ ഫ്ലവറിന് താഴെയായിട്ട് നിൽക്കുന്ന രീതിയിൽ 5 ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഫ്ലവേഴ്സിന്റെ മുകളിലൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി 2 സെറ്റ് ഫ്ലവേഴ്സിലെ ഫ്ലവേഴ്സുകൾ തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിലൊക്കെ ഒന്ന് ഡോട്ട്സ് ഇട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഫ്ലവേഴ്സിന്റെയും സെന്ററിലുള്ള ഫ്ലവറിന്റെ എല്ലാ പെറ്റൽസിലും ഒന്ന് ഷെയ്ഡിങ്ങും ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മിഡിൽ ഫിംഗറിലും 4 ലൈൻസ് ഒന്ന് 2 സൈഡിലായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് സെന്ററിലായിട്ട് ഒരു ലൈൻ കൊടുത്തിട്ട് അതിന് മുഴുവനായിട്ടും ഒന്ന് ഡോട്ട്സ് ഇട്ടെടുക്കുക. ഇനി 2ാമത്തെ 4ാമത്തെ വിരലിന്റെ മുകളിലായിട്ട് 5 ലീവ്സ് വീതം ഒന്ന് മുകളിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇന്നത്തെ 2ാമത്തെ ഡിസൈനിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.